ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെയും എടുത്തിങ്ങനെ പോകുന്നു, മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടി മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു വലിയ കുതിരപ്പുറത്തൊരു വലിയ നേതാവ് വന്നിറങ്ങി. ആളുകളൊക്കെ ആ നേതാവിനെ ബഹുമാനിക്കുന്നു, എല്ലാവരും സ്വീകരണം നൽകുന്നു. ഈ മുല കൊടുക്കുന്ന ഉമ്മ, മുല കുടിക്കുന്ന കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിയോടുള്ള സ്നേഹവാത്സല്യത്താൽ ഈ ഉമ്മ എന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ല, അല്ലാഹുവേ എന്റെ മകനെ ഈ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ നേതാവിനെ പോലെ നീയൊന്ന് ആക്കിത്തരണം അല്ലാ. മകന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഉമ്മ ഈ പ്രാർത്ഥന നടത്തിയപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, മുല കുടിക്കുന്ന കുട്ടി മുലയങ്ങ് വിട്ടുകളഞ്ഞു, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ല, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല അല്ലാ. ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവിനെ പോലെ എന്റെ മകൻ പുരോഗമിച്ചാകണമെന്ന് ആശിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഉമ്മക്കെതിരെ കുട്ടിയുടെ ദുആ, എന്നെ അവനെ പോലെ ആക്കല്ല അല്ലാ. സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി സംസാരിക്കുന്നു, അത് തന്നെയും കുട്ടിക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നു. ഉമ്മ അത്ഭുതത്തോടെ ആ ഉമ്മ പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോ കുറെ ആളുകൾ കൂടി ഒരു സ്ത്രീയെ കല്ലെറിയുന്നു, ഒരു സ്ത്രീയെ ചീത്ത പറയുന്നു, ആ സ്ത്രീയെ കുറ്റം പറയുന്നു. ചിലര് പറയുന്ന സറഖ്തി നീ കാട്ടിട്ടുണ്ട്, ചിലര് പറയുന്ന സനൈത്തി നീ വ്യഭിചരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ പേരിൽ ആരോപണത്തിന്റെ മേൽ ആരോപണം തന്നെ. എല്ലാവരും പെണ്ണിനെ ശകാരിക്കുന്നു. ഈ ഉമ്മക്ക് വേദന തോന്നി. ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അലി ബിനി മിസ്ല, അല്ലാഹുവേ എന്റെ മകനെ ഒരിക്കലും ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ സ്ത്രീയെ പോലെ നീ ആക്കല്ലേ അല്ലാ. മുല കുടിക്കുന്ന കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി മുല വിട്ടുകളഞ്ഞു, പടച്ച റബ്ബിനോട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ ആ സ്ത്രീയെ പോലെ എന്നെ ആക്കിത്തരണേ അല്ലാ. ഉമ്മ ചോദിക്കുന്ന എന്ത് അത്ഭുതമാണ് കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത നീ സ്ഫുടമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ആദ്യം നീ ഒരു നേതാവാകണമെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചപ്പോ നീ അത് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, അവമതിക്കപ്പെടുന്ന ഒരാളാകരുതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പെണ്ണിനെ ജനങ്ങൾ ശകാരിക്കുന്നത് കണ്ടപ്പോ അതുപോലെ എന്റെ മകനായി പോകരുതെന്ന നിലക്ക് വാത്സല്യപൂർവ്വം പ്രാർത്ഥിക്കുമ്പോ നീ അതിനെതിരെയും പ്രാർത്ഥിച്ചല്ലോ മോനെ. അല്ലാഹു ആ കുട്ടിക്ക് വീണ്ടും സംസാരത്തിന് ശക്തി നൽകുന്നു. ആ മുല കുടിക്കുന്ന കുട്ടിയുടെ മറുപടി, ഉമ്മ ആദ്യം നിങ്ങൾ ഒരു വലിയ നേതാവിനെ കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനെ കണ്ടപ്പോ അതുപോലെ എന്നെ ആക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ മനുഷ്യൻ കിബറനാണ് ഉമ്മ, മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരിയാണ് ഉമ്മ, ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ്, പടച്ചവന്റെ അടുക്കൽ അവനൊന്നുമല്ല, അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, റബ്ബിന്റെ അടുക്കൽ അവൻ പരാജിതൻ തന്നെ. അതേ സമയത്ത് നിങ്ങൾ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന പെണ്ണിനെ കണ്ടില്ലേ? വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, ഇങ്ങനെ ജനങ്ങളൊക്കെ അവളെ കുറ്റം പറയുമ്പോ വാസ്തവത്തിൽ അവൾ കട്ടിട്ടില്ല, വാസ്തവത്തിൽ വ്യഭിചരിച്ചിട്ടില്ല, വാസ്തവത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ജനങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞുണ്ടാക്കുകയാണ്. വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി, എനിക്കല്ല മതി, എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവുണ്ടല്ലോ, ആ പെണ്ണ് തവക്കുലിലാണ് ഉമ്മ, അല്ലാഹുവിങ്കിൽ ഹുബ്ബുള്ള പെണ്ണാണ് ഉമ്മ.
ഈ ചെറിയ കുട്ടി മറുപടി പറയുന്ന ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർക്ക് മറ്റവന്റെ മനസ്സിലെ കിബിർ അറിയാൻ കഴിയും, മറ്റവന്റെ മനസ്സിലെ അസൂയ അറിയാൻ കഴിയും. അങ്ങനെ ഔലിയാക്കളെ കൂട്ടത്തിൽ മനസ്സ് വായിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഔലിയാക്കളെ കൂട്ടത്തിൽ തന്നെ കുതുബായി വന്നോവർ, വയസ്സ് വേണമെന്നില്ല, പ്രസവിക്കപ്പെടുമ്പോ തന്നെ കുതുബായവരുണ്ട്. ഈ കുട്ടി അതിൽപ്പെട്ടതാണ് കേട്ടോ. മുല കുടിക്കുന്ന സമയത്ത് തന്നെ മുതലാളിയുടെ മനസ്സിലെ കിബിർ നോക്കി പറയാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നു. കുതുബായി വന്നോവർ കുപ്പിയാകത്തുള്ള വസ്തുവീരെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അതിലേക്കുള്ളൊരു കുട്ടിയാണിത്. അതിന്റെ പുറമെ തെറ്റ് ചെയ്യാത്ത ആള്, തെറ്റ് ചെയ്യാത്ത നിരപരാധിയാണെന്ന് ഈ കുട്ടിക്ക് പറയാൻ കഴിയുന്നു. ആ പാവപ്പെട്ട പെണ്ണിന് അല്ലാഹുവിങ്കലുള്ള സ്ഥാനം ഈ കുട്ടി അറിയുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാർക്ക്, കൊടുക്കേണ്ടതാർക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ട്. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യം പറയുന്നവരുണ്ട്. അതുപോലുള്ള വലിയ കറാമത്തുള്ള കുട്ടിയാണിത്. ഇരിക്കട്ടെ, ഞാൻ ആ ഹദീസ് പറഞ്ഞ നീണ്ട ഹദീസാണത്, അതിന്റെ ഒരു ഭാഗമാണ്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് സൂചിപ്പിച്ചത് എന്തിനാണ്? ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനം മഹാന്മാര് ചിന്തിക്കുന്നില്ല. അവര് ഈ ലോകത്തെ അവരെ മനസ്സുകൊണ്ട് അവര് തലാഖ് ചൊല്ലി. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഭൗതികമായ ലോകത്തുള്ള ഫിത്നകളിൽപ്പെട്ട് എന്റെ ഈമാൻ നശിച്ചുകൂടാ, എന്റെ അമല് നശിച്ചുകൂടാ. ഇതൊരു വിദേശ രാജ്യത്തുകൂടെയുള്ള യാത്ര മാത്രമാണ്. എനിക്ക് എന്നെന്നും നിൽക്കേണ്ട ലോകത്തെ ജീവിച്ച് ഞാൻ മരിച്ചു പോകുമ്പോൾ ഈമാനോടെ മരിക്കണം, തെക്വയോടെ യാത്ര ചെയ്യണം. അതിന്റെ മുന്നിൽ സ്ഥാനമാനം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല, എന്റെ കൂട്ടാളികളുടെ അഭിപ്രായം പ്രശ്നമല്ല, എന്റെ പാരത്രിക ലോകം വിജയിക്കലാണ് പ്രശ്നം. ഈ ചിന്തയിൽ ജീവിച്ചവരാണ് മരണത്തിന്റെ സമയത്ത് ജഅൽ ഹബീബ്, ജഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നുപോയി, സ്വാഗതം തന്നെ. മരണത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ആ ബോധം ഹൃദയത്തിൽ രൂഢമൂലമായാൽ സുബ്ഹിന്റെ സമയത്ത് പിന്നെ കിടന്നുറങ്ങൽ എങ്ങനെ? അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ എങ്ങനെ? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു, കേടോ, നീ ഇശാ നിസ്കരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കരുതണം, ഞാൻ സുബ്ഹി നിസ്കരിക്കാനുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങിയ എന്റെ സ്നേഹിതന്മാർ, ചെറുപ്പക്കാർ, മരിച്ചുപോയവരുടെ പേരെത്രയോ പറയാൻ എനിക്ക് കഴിയും. കടവത്തൂരിലെ മഹ്മൂദ്, 28 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, രാത്രിയിൽ ദുബായിൽ റൂമിൽ കിടന്നുറങ്ങി. നേരം വെളുത്തു നോക്കുമ്പോൾ മഹ്മൂദ് മരിച്ചിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് ഒരിക്കൽ ഇങ്ങനെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സന്തോഷത്തിൽ പിരിയുമ്പോൾ ഓർമ്മക്ക് ഞാനൊരു പെണ്ണ് തരട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞ് കീശയിൽ ഒരു പെണ്ണ് തന്നു. കാഞ്ഞങ്ങാട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എറണാകുളത്തൊരു വണ്ടിയെടുക്കാൻ പോയി. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹവും മറ്റൊരാളും താമസിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കാതിരിക്കാൻ വിവാഹമുണ്ടോ?
ഇശാ നിസ്കാരം ഈ പാവപ്പെട്ടവൻ ഇന്ന് നടത്തി. സുബ്ഹി നിസ്കരിക്കാൻ ഞാനുണ്ടാകുമെന്നതിനെ കുറിച്ച് എനിക്ക് ഗ്യാരണ്ടിയില്ല, നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. ഇനി ഞാൻ പറയട്ടെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു, നമ്മുടെ പ്രവർത്തകന്മാർ പലരും യാത്ര ചെയ്തു. ആ യാത്രക്കിടയിൽ ളുഹറിന് മുമ്പ് ആക്സിഡന്റായി മരണപ്പെട്ടുപോയി. ഞാൻ ഓർക്കുന്നു, ഈ പരപ്പനങ്ങാടിയിൽ കുറെ ആളുകൾ വാഹനാപകടത്തിൽ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, അവരെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, അതേ സുബ്ഹി നിസ്കരിച്ചു പോയവർ ളുഹറിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരെത്ര? ളുഹർ നിസ്കരിച്ച് അസറിന് മുമ്പ് മരിക്കുന്നവരെത്ര? അസർ നിസ്കരിച്ച് മഗ്രിബിന് മുമ്പ് മരിക്കുന്നവരെത്ര? മഗ്രിബ് നിസ്കരിച്ച് ഇശാഇന് മുമ്പ് മരിക്കുന്നവരെത്ര? അതാ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു, മോനെ, നീ റബ്ബുമായുള്ള സംഭാഷണത്തിന് നിസ്കാരത്തിന് നിൽക്കുമ്പോ, ഓരോ നിസ്കാരത്തിനും നിൽക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹുമായുള്ള എന്റെ അവസാനത്തെ സംഭാഷണം. ഇനി റബ്ബ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാക്കപ്പെടുന്ന രംഗമാകാം അടുത്തത്. ഇപ്പോൾ എന്റെ രാജാവിനോട് ഞാൻ സംഭാഷണം നടത്തുകയാണ്, എന്റെ രാജാവിനോട് ഞാൻ ഹിദായത്ത് ചോദിക്കുകയാണ്, എന്റെ രാജാവിനോട് ഞാൻ സഹായം തേടുകയാണ്, എന്റെ രാജാവിന് ഞാൻ എന്റെ നെറ്റിവെച്ച് സുജൂദ് ചെയ്യുകയാണ്, എന്റെ രാജാവിന് ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. ഈ രാജാവിന്റെ മുന്നിൽ ഇനിയൊന്ന് നിൽക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ചിന്തയിൽ നീ സുബ്ഹി നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ളുഹർ നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ഓരോ പ്രവൃത്തിയും ചെയ്യൂ. കാരണം യാത്രയുടെ സമയം അറിഞ്ഞിട്ടില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉപദേശം എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിന് ഞാൻ ഇട്ടു തരട്ടെ. അല്ലാഹുവേ, ഇമാം ഗസാലിയെ പോലുള്ള വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞു പോയി. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിൽ ഈമാനിനെ എത്തിത്തരണം റഹ്മാനേ, തഖ്വയെ വർദ്ധിപ്പിക്കണം റഹ്മാനേ, നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നീ സഹായം നൽകണേ.